നമ്മളൊരു സെക്ഷൽ എക്സാമിനേഷൻ ഓഫ് വിക്ടിം റേപ്പ് കേസിൻ്റെ വിക്ടിമിൻ്റെ ഒരു ക്ലോത്ത്സ് എക്സാമിനേഷനാണ് പറയുന്നത്. നമ്മൾ ഫൈൻഡ് ഔട്ട് ഇഫ് ക്ലോത്ത്സ് വേൺ അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ ആർ ദോസ് വേൺ അറ്റ് ദ ടൈം ഓഫ് അസോൾട്ട്. സെയിം ഇതാണോ, ക്ലോത്ത് ആണോ അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ ഓർ ദ സെയിം അറ്റ് ദ ടൈം ഓഫ് അസോൾട്ട്. ഈ ഒരു അസോൾട്ട് നടന്നപ്പോഴും ചെയ്ത ഡ്രസ്സ് തന്നെയാണോ, വസ്ത്രം തന്നെയാണോ അവർ ധരിച്ചിരുന്നതെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഇഫ് ദേ ആർ ഡിഫറെൻറ്റ് എക്സാമിനേഷൻ ഓഫ് ക്ലോത്ത്സ് മേ നോട്ട് ബി ഓഫ് മച്ച് യൂസ്. അതുകൊണ്ട് തന്നെ അവർ ഇഫ് ഡിഫറെൻ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. നമ്മൾ ക്ലോത്ത് റിമൂവ് ചെയ്യുന്നത് ഇൻ ലെയറിലായിരിക്കണം, പല പല ലെയറിലായിരിക്കണം. ഔട്ടർ ക്ലോത്തിങ് ആക്ച്വലി പേഷ്യൻറ്റിനോട് പറയണം ഒരു ലാർജ് ക്ലീൻ ഷീറ്റ് ഓഫ് പേപ്പറിൽ അവിടെ നിൽക്കാൻ പറയണം. എന്നിട്ട് അവരുടെ ഔട്ടർ ക്ലോത്തിങ് എടുക്കണം. എനിത്തിങ് ദാറ്റ് ഫോൾസ്, എന്തെങ്കിലും അവിടുന്ന് വീഴുകയാണെങ്കിൽ, ഐ മീൻ അവരോട് ആ പേഷ്യൻറ്റിനോട് നമ്മളൊരു ക്ലീൻ ഷീറ്റ് ഓഫ് പേപ്പറിൽ എടുത്തിട്ട് അവരോട് അവിടെ ടേക്ക് ഓഫർ ഔട്ടർ ക്ലോത്തിങ് ആൻഡ് എനിത്തിങ് ദാറ്റ് ഫോൾസ്, എസ്പെഷ്യലി ബട്ടനോ എർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ബട്ടനോ, വസ്ത്രത്തിൻ്റെ ബട്ടനോ, നമ്മുടെ എന്തെങ്കിലും മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അവർ ഫൈബറുകളോ, എന്തെങ്കിലും പുല്ലോ ഗ്രാസോ ഗ്രേവലോ മുടിയോ അല്ലെങ്കിൽ ഇലകളോ എന്തെങ്കിലും ചെളിയോ എന്തെങ്കിലും മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും സീഡോ നമ്മൾ ആ പേപ്പറിലോട്ട് കളക്ട് ചെയ്യണം. പേപ്പർ എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ട് എക്സാമിനേഷനിലേക്ക് സെൻഡ് ചെയ്യണം. എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ക്ലോത്തിങ് ഈസ് എക്സാമിൻഡ്. എന്തെങ്കിലും ടിയർ ഉണ്ടോ, എന്തെങ്കിലും ഒരുമായിട്ട് എന്തെങ്കിലും പൊടി പിടിച്ചിട്ടുണ്ടോ, ഐ മീൻ എന്തെങ്കിലും ഒരു മണ്ണോ കാര്യങ്ങളോ ഉണ്ടോ, ബട്ടൺ എന്തെങ്കിലും പോയോ. എന്നിട്ട് ഈ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ലബോറട്ടറി എക്സാമിനേഷന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് സെൻഡ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് സെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടു ഡിക്റ്റേറ്റ് രക്തം, ബ്ലഡ്, എർത്ത്, മണ്ണ്, അതുപോലെ തന്നെ ഫീസീസ്, എന്തെങ്കിലും ഗ്രാസ്, എന്തെങ്കിലും പുല്ലുകൾ, മഡുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉമിനീര്, അല്ലെങ്കിൽ എന്തെങ്കിലും സെമൻ, ടീയർ, മൂത്രം, അതുപോലെ തന്നെ കണ്ണുനീര്. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് ദിസ് ട്രേസ് മെറ്റീരിയൽ ഈസ് ഡൺ ഇൻ ദ ലബോറട്ടറി. അതുപോലെ തന്നെ DNA പ്രൊഫൈൽ ഓഫ് ദ അക്യൂസ്ഡ്. നമ്മൾ ഈ അക്യൂസ്ഡിൻ്റെയും DNA നമുക്കാണെങ്കിൽ ബ്ലഡിൽ നിന്നെടുക്കാം, അതുപോലെ തന്നെ സെമനിൽ നിന്നെടുക്കാം, സലൈവയിൽ നിന്നെടുക്കാം. അതുപോലെ തന്നെ ഹെയർ, ഫൈബർ, ബട്ടൺസ് ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ അയാൾ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ബട്ടനോ അല്ലെങ്കിൽ അവിടുത്തെ ഫൈബറോ അല്ലെങ്കിൽ എന്തെങ്കിലും മുടിയോ ഒക്കെ നമുക്ക് DNA വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഡ്രൈയിങ് ക്ലോത്ത്സ് ഓൾവേസ് ബി ഡ്രൈഡ് ബിഫോർ സെൻഡിങ് ടു ലബോറട്ടറി. നമ്മൾ ലാബിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ക്ലോത്ത്സ് തീർച്ചയായിട്ടും ഡ്രൈ ചെയ്യാൻ ശ്രമിക്കണം. സെൻഡിങ് ക്ലോത്ത്സ് വിത്ത് വെറ്റ് ബ്ലഡ് ആൻഡ് സെമിനൽ സ്റ്റെയിന്, നമ്മൾ അയക്കുന്ന തുണി എന്തെങ്കിലും ബ്ലഡോ അല്ലെങ്കിൽ സെമിനൽ സ്റ്റെയിൻസോ ഉണ്ടെങ്കിൽ, കാരണം അവിടെ എന്തെങ്കിലും ഒരു വെറ്റ് ആണെങ്കിൽ അത് നമ്മൾ ഡ്രൈ ചെയ്യാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും നനഞ്ഞിരിക്കുവാണെങ്കിൽ അവിടെ എൻകറേജ് ഓഫ് ഗ്രോത്ത് ഓഫ് ഫംഗസ് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വൈറ്റൽ എവിഡൻസ് അവിടെ ഡിസ്ട്രോയ് ചെയ്യാനും സാധ്യതയുണ്ടാക്കും. അതുപോലെ തന്നെ പാക്കേജിങ്, ഒരിക്കലും നമ്മുടെ ക്ലോത്ത് പോളിത്തീൻ ബാഗിൽ പാക്ക് ചെയ്യരുത്. ദയവായിട്ട് ശ്രദ്ധിക്കുക, പോളിത്തീൻ ബാഗിൽ പാക്ക് ചെയ്യരുത്. കാരണം they would tend to preserve moisture. കാരണം പോളിത്തീൻ ബാഗിൽ നമ്മുടെ പ്ലാസ്റ്റിക് ബാഗിൽ പാക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ മോയ്സ്ചർ ഉണ്ടാകും, പലതരം ഉള്ള ഫംഗസ് ഗ്രോത്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ they should always be sent in a clean paper bag. തീർച്ചയായിട്ടും അതൊരു ക്ലീൻ പേപ്പർ ബാഗിൽ, ഒരു പേപ്പർ ബാഗിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ ബാഗ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് തന്നെ സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്നർ ക്ലോത്തിങ് ഉണ്ട്, പാൻറ്റീസ്, ബ്രായൊക്കെ. ഈ സെയിം പ്രൊസീജിയർ തന്നെ അഡോപ്റ്റ് ചെയ്യുക, ബട്ട് എ ഡിഫറെൻറ്റ് പേപ്പർ ഈസ് യൂസ്ഡ്. സെയിം പ്രൊസീജിയർ തന്നെ അഡോപ്റ്റ് ചെയ്യുക നമ്മുടെ ഇന്നർ ക്ലോത്തിങ്, പാൻറ്റീസിനും ബ്രായിനും സാധനങ്ങളൊക്കെ. പക്ഷേ അതൊരു വേറൊരു ഡിഫറെൻറ്റ് പേപ്പർ, ഐ മീൻ
പേപ്പർ ബാഗിൽ തന്നെ പൊതിയാൻ ശ്രമിക്കുക. അല്ലാതെ പ്ലാസ്റ്റിക് കൂടുതൽ പൊതിയരുത്. കാരണം എന്താണ്, പ്ലാസ്റ്റിക് കൂടുതൽ പൊതിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ മോയ്സ്ചറൈസേഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഫംഗസിൻ്റെയും അതുപോലെ അതിങ്ങനെ വൈറ്റൽ എവിഡൻസ് ലോസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതർ ക്ലോത്തിങ്, നമ്മൾ അതർ മൈനർ പീസ് ഓഫ് ക്ലോത്തിങ് റിലേറ്റഡ് മെറ്റീരിയൽ, എസ്പെഷ്യലി നമ്മുടെ ഈ ഹാൻഡ് കർച്ചീഫോ അല്ലെങ്കിൽ വൾവൽ പാടുകൾ അല്ലെങ്കിൽ വജൈനൽ ടാംപൂൺസ് എക്സെട്ര മസ്റ്റ് നോട്ട് ബി ഓവർ ലുക്ക്ഡ്. സംടൈംസ് വിക്ടിം യൂസസ്, ചില സമയങ്ങളിൽ ഈ വിക്ടിമാണ് ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുക ടു ക്ലീൻ ഹെർ ജെനൈറ്റൽസ്. അതുപോലെ തന്നെ പാഡ്സും ടാംപൂൺസും സെമിനൽ സ്റ്റെയിൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ക്ലോത്ത് എക്സാമിൻ ചെയ്യണം. എന്തെങ്കിലും സ്റ്റെയിൻ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുമോ എന്ന് എക്സാമിൻ ചെയ്യണം, ബോത്ത് ബൈ നേക്കഡായി ആസ് വെൽ ആസ് ലാബ് എക്സാമിനേഷൻ. എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള വേരിയസ് സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ അതും നോക്കണം. സെമിനൽ സ്റ്റെയിൻ ഉണ്ടെങ്കിൽ അവിടെ സ്ട്രോങ്ലി പോയിന്റ് ടുവേർഡ്സ് സെക്ഷൽ അസോൾട്ട്. ബിസൈഡ്സ് ക്ലോത്തിങ്, they may also be found at the scene of crime. ക്ലോത്തിങ്ങിൽ മാത്രമല്ല, they may also be found at the scene of crime. ആ സീൻ ഓഫ് ക്രൈം ക്ലോത്തിങ്, ബിസൈഡ്സ് ക്ലോത്തിങ്, ബെഡിങ്ങിൽ, അവർ കിടക്കുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ കാർ സീറ്റിൽ, പാർപ്പറ്റിൽ ഇവിടെ ഒക്കെ സെമിനൽ സ്റ്റെയിൻ നമുക്കത് മനസ്സിലായി. സെമിനൽ സ്റ്റെയിൻ സ്ട്രോങ്ലി പോയിന്റ് ടു സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞു. ക്ലോത്തിങ്ങിൽ മാത്രമല്ല, അവർ ധരിച്ച തുണിയിൽ മാത്രമല്ല, അവരുടെ ബെഡിൽ, അവർ കിടന്ന ബെഡിൽ, അവരുടെ കാർപ്പറ്റിൽ, അവരുടെ കാർ സീറ്റിൽ എല്ലാം നമ്മൾ നോക്കണം സെമിനൽ സ്റ്റെയിൻ ഉണ്ടോയെന്ന്. സെമിനൽ സ്റ്റെയിൻ ഓൺ അണ്ടർ ഗാർമെൻറ്റ്സ്, ഔട്ടർ ഗാർമെൻറ്റ്സ് ഡു നോട്ട് നെസസറിലി ഇൻഡിക്കേറ്റ് ഇജാക്കുലേഷൻ, ഡസ് നോട്ട് നെസസറിലി ഇൻഡിക്കേറ്റ് ഇജാക്കുലേഷൻ ഔട്ട്സൈഡ് ദ വജൈന. ഓക്കെ, they may drip out of private parts due to the movement of the victim. ചില സമയങ്ങളിൽ ഈ സെമിനൽ സ്റ്റെയിനൊക്കെ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്നും വെളിയിലും കിടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഓഫ് വിക്ടിമിൻ്റെ മൂവ്മെൻറ്റ് കാരണവും can make also causes semen to drip from the private part to virtually any other place which the victim visited. അതുപോലെ തന്നെ ട്രേസ് എവിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പുല്ലുകളോ അല്ലെങ്കിൽ ഇലകളോ മണ്ണോ കളിമണ്ണോ അല്ലെങ്കിൽ മണ്ണോ എന്തെങ്കിലും ക്ലോത്തിങ്ങിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിക്ടിമിനെ മേ സപ്പോർട്ട് ദ വിക്ടിം അസേർഷൻ. തീർച്ചയായിട്ടും വിക്ടിം സപ്പോർട്ട് ചെയ്യണം വിക്ടിമിനെ എബൌട്ട് ദ പ്ലേസ് വെർ ദ അസോൾട്ട് ഒക്കേർഡ്. ഈ അസോൾട്ട് എവിടെ വെച്ചാണ് ഒക്കേർഡ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെന്തെങ്കിലും പുല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളുടെ ഇലകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മഡോ സാൻഡോ എന്തെങ്കിലും ക്ലോത്തിങ്ങിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ട്രേസ് എവിഡൻസ് ആയിട്ട് എടുക്കണം. എന്തൊക്കെ നമ്മുടെ പുല്ലുകളോ ഇലകളോ മഡോ സാൻഡോ എല്ലാം സപ്പോർട്ട്സ് വിക്ടിം അസേർഷൻ അബൌട്ട് ദ പ്ലേസ് വെർ ദ അസോൾട്ട് ഒക്കേർഡ്. താങ്ക് യു.